ഹലോ ഡെവലപ്പേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ മാനിപ്പുലേഷൻ ആയിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫങ്ഷൻസ്, JS യൂസ് ചെയ്തിട്ട് ഫങ്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ കോൾ ചെയ്യാം, ഇതാണ്. അപ്പൊ അതിനു മുന്നേ എന്താണ് ഫങ്ഷൻസ്? ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് എന്നല്ല, ഏതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എടുത്താലും അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ ഒരു മൾട്ടിപ്പിൾ ലൈൻ ഉണ്ട് നമ്മുടെ കോഡിൽ. അപ്പൊ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലൈൻസ്, ഇത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ്. ഫോർ എക്സാമ്പിൾ, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെ, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് എഴുതി. ഇതെനിക്ക് ആദ്യം ഒരു സ്ഥലത്ത് ആവശ്യം ഉണ്ടായിരുന്നു, അവിടെ ഞാനത് എഴുതി. പിന്നെ നമ്മൾ വേറൊരു, ഇപ്പോൾ നമ്മുടെ പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവുമല്ലോ. ഇ കൊമേഴ്സിന്റെ ഒക്കെ സൈറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും ഈ ടോട്ടലിന്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ ആദ്യം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു ക്ലോത്തിങ് സൈറ്റ് എടുക്കുകയെന്ന് വിചാരിച്ചോ. നമ്മളൊരു ടീഷർട്ട് ആഡ് ചെയ്തു, അതിനൊരു 300 ആയിരുന്നു എമൗണ്ട്. രണ്ടാമതൊരു ഷർട്ട് ആഡ് ചെയ്തു, എഗെയിൻ ഒരു 300. അപ്പൊ ടോട്ടൽ ഫസ്റ്റ് 300ന്റെ കൂടെ നെക്സ്റ്റ് വരുന്ന 300 കൂടെ ആഡ് ചെയ്ത് 600 ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. പിന്നെ വേറൊരു പേജ് എത്തിയപ്പം ഇതുപോലെ അക്യുമുലേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ കോഡ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് DRY ആണ്. അതായത് ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന് പറയും. ഒരു പ്രാവശ്യം ഒരു കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കോഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. കോഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്ത് കോഡ് റീയൂസബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താലോ? ഞാനിവിടെ ഒരു ബേസിക് ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു console.log.logൽ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് പ്രിന്റ് ചെയ്യുവാണ് കേട്ടോ. നമുക്കറിയാം, ഇത് നമുക്ക് Node.js വെച്ച് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കാണിക്കും. അപ്പൊ ഇനി എനിക്കൊരു കാര്യമുള്ളത്, ഈ മെസ്സേജ് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ പേജസിൽ ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എന്താ സാധാരണ ചെയ്യുക? നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ലൂപ്പ് യൂസ് ചെയ്യാന്നല്ലേ. കാരണം മൾട്ടിപ്പിൾ ടൈംസ് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ പേജസിൽ വേണമെങ്കിലോ? അപ്പൊ നമ്മൾ ഈ ലൂപ്പിനെ എല്ലാ പേജിലും കൊണ്ടുപോയി എഴുതേണ്ട വരില്ലേ? അതെങ്ങനെയാ അവോയ്ഡ് ചെയ്യാൻ പറ്റുക? അതിനു വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരു പേജിൽ ഈ ഗ്രീറ്റിംഗ് മെസ്സേജ് എഴുതി അതൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഈ ഫംഗ്ഷന് നമുക്ക് ആവശ്യമുള്ള പേജിൽ നിന്നൊക്കെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറയും. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കിയാലോ? ആദ്യം നമ്മൾ ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ കീവേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സ്പേസ് ഇട്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഒരു നെയിം കൊടുക്കണം. ആ നെയിം യൂസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് മൾട്ടിപ്പിൾ പേജസിൽ നിന്ന് ഇതിനെ കോൾ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷൻ നെയിം. ഗ്രീറ്റിംഗ്സ് മെസ്സേജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നെയിം കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്രീറ്റ് എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന്റെ ബേസിക് സിന്റാക്സ് ആണ് പരാന്തസിസ്, ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക. എഗെയിൻ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, നമ്മൾ ഫംഗ്ഷന്റെ ബോഡി എഴുതേണ്ടത്, ഈ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ് നമുക്ക് ഈ ഫംഗ്ഷനിൽ എഴുതാന്ന് പറഞ്ഞു. അത് എഴുതേണ്ടത് ഓപ്പണും ക്ലോസും ബ്രേസിന്റെ അകത്താണ്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ബ്രാക്കറ്റിനെയും ക്ലോസ് ബ്രാക്കറ്റിനെയും ഇടയ്ക്കാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഫംഗ്ഷൻ നെയിം കൊടുക്കുക, പരാന്തസിസ് കൊടുക്കുക, ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ എന്താണോ ഇപ്പം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, അക്കോർഡിംഗ് റിലേറ്റഡ് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്കുള്ള ഡാറ്റ ഫെച്ച് ചെയ്ത് അജാക്സ് റിക്വസ്റ്റ്, എന്തും നമുക്ക് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ചെയ്യാം. അപ്പോൾ മോഡുലർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഓരോ ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ലേറ്റർ നമുക്ക് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഒരു തേർഡ് പേഴ്സൺ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിരിക്കും. ഈ ഫംഗ്ഷൻ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവറോൾ ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാല് ഈ ഇത് വെറുതെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് വരുമോ? ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇല്ല. നമുക്കിവിടെ കൺസോൾ മെസ്സേജസ് ഒന്നും പ്രിന്റ് ആയിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷന്റെ നെയിം മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് നെയിം കൊടുത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്താൽ ഫംഗ്ഷൻ കോളായി. എഗെയിൻ വന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് ഡെവലപ്പർ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ആയിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം എത്ര പേജസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാം. അതിനെയാണ് നമ്മൾ കോഡ് റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ DRY ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈഡ് ആയില്ലേ? ഞാനൊരു 4 ടൈംസ് കോൾ ചെയ്തിട്ടുണ്ട്. 4 ടൈംസ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന് പകരം ലൂപ്പ് യൂസ് ചെയ്താൽ പോരെയെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടയിൽ ഒരു കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ എന്ത് കോഡ് ഇൻ ബിറ്റ്വീൻ വരാം. ആ കോഡ് റൺ ചെയ്തിട്ട് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോഡ് എഗെയിൻ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇത് ലൂപ്പിൽ പറ്റില്ലല്ലോ. ലൂപ്പിൽ ആ മുഴുവൻ ടാസ്കും ആ ഒരൊറ്റ ലൂപ്പിൽ പെർഫോം ചെയ്താൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും എന്നുള്ള ലൂപ്പിന് എഴുതണ്ടേ? അതിന് പകരം ഇതിപ്പം മൾട്ടിപ്പിൾ പേജസ് ആണെന്ന് വിചാരിച്ചു. ഇതെന്റെ കോണ്ടാക്ട് പേജിൽ നിന്ന് കോൾ ചെയ്തതാണ്, എന്റെ സൈറ്റിലെ. ഇതെന്റെ വേറെ എന്തെങ്കിലും ആഡ് ടു കാർട്ടിൽ നിന്ന് കോൾ ചെയ്തതാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഈ ഫംഗ്ഷനെ കോഡ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാതെ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡെവലപ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഏതൊരു പ്രോജക്റ്റിന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇത് ഹെൽപ്പ് ആവും. അപ്പം പ്രോഗ്രാമിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്പ് ആവും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഫംഗ്ഷനിലേക്ക് എങ്ങനെയാ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ് ഈ ഫംഗ്ഷനിൽ എങ്ങനെ പെർഫോം ചെയ്യാം, ഈ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെ വാല്യൂ റിട്ടേൺ ചെയ്യാം, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.